My dear students, ഡോക്ടർ ജെയിംസ് ടേലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ സീരീസിൻ്റെ 69ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സോർണം എന്ന അധ്യായം തുടരുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒഫൻസീവ്നെസ് റൺസ് ത്രൂ സോർണം in such a characteristic way that it is worthwhile mentioning it here. Fetid odors, fetid breath, discharges and oozings from the skin smelling like carrion, stool so offensive that the odor permeates the whole house, in diarrhea, summer complaint, cholera infundum, perspiration fetid, leucorrhea, abominably offensive, irritations taste as if he had eaten hard-boiled eggs and they had spoiled, and their smells so to others. Stool, flatus and irritations smell like spoiled eggs. Offensive to sight and smell is the subject who needs this medicine. Offensiveness to sight and smell is the subject who needs this medicine. ഈ നീണ്ട ഈ ഒരു സെൻറ്റൻസിൽ കെൻ്റ് ഊന്നി പറയുന്നത് തികച്ചും അസഹനീയമായ ദുർഗന്ധം, കാഴ്ചക്ക് പോലും ദുർഗന്ധം. ഒഫൻസീവ് ടു സൈറ്റ് ആൻഡ് സ്മെൽ. ഇതാണ് സോർണം പേഷ്യൻ്റെ ഒരു പൊതു അവസ്ഥ. കണ്ടാലും മണത്താലും ഒക്കെ ആ ഒരു സഹിക്കാൻ പറ്റാത്ത മൃഗമാംസം ചീഞ്ഞ സ്മെൽ, ദുർഗന്ധം, ഫെറ്റിഡ് ഓഡേഴ്സ്. ഒഫൻസീവ് റൺസ് ത്രൂ സോർണം. എല്ലാ തരത്തിലും ഒഫൻസീവ്നെസ് ഉണ്ട്. ശ്വസിക്കുന്നത്, ഡിസ്ചാർജസ്, സ്രവങ്ങൾ, ഊസിങ്സ്, സ്കിൻലെസ് ഊസിങ്സ്, അതൊക്കെ മൃഗമാംസം ചീഞ്ഞ ഗന്ധമാണ് ഈ ഊസിങ്സ് എന്ന് പറയുന്നത്. ആ ദുർഗന്ധം വീട് മുഴുവൻ, രോഗി കിടക്കുന്ന ഇടം മുഴുവൻ ഇങ്ങനെ പരക്കും. ഡയറിയ, സമ്മർ കംപ്ലൈൻറ്റ്സ്, കോളറ ഇൻഫൻറ്റം, പെർസ്പിരേഷൻ, ഇതൊക്കെ എല്ലാത്തരം ഡിസ്ചാർജസിനും എല്ലാത്തിനും ഈ ദുർഗന്ധമാണ്. ലുക്കേറിയ, അല്ലാത്ത ദുർഗന്ധമാണ് ലുക്കേറിയയ്ക്ക്. ഏമ്പക്കം വിടുന്നത്, ഏമ്പക്കം വിടാൻ നേരത്ത് ചീഞ്ഞ മുട്ട പുഴുങ്ങി കഴിച്ചാൽ ഏമ്പക്കത്തിന് എന്ത് ഗന്ധം ഉണ്ടാവും, അങ്ങനത്തെ ഗന്ധം. എല്ലാ തരത്തിലുള്ള ദുർഗന്ധം, മൃഗമാംസം ചീഞ്ഞത്, ചീഞ്ഞ മുട്ടയുടേത്, അങ്ങനെ എല്ലാത്തരം ദുർഗന്ധങ്ങളുമുണ്ട്. കണ്ടാൽ പോലും ആ ദുർഗന്ധം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഈസ് ദ സബ്ജക്റ്റ് ഹു നീഡ്സ് ദിസ് മെഡിസിൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഔഷധം ആവശ്യമുള്ളത്. സ്വർണത്തിൻ്റെ ഒരു നഖചിത്രം എന്ന് പറയുന്നത് അതാണ്. ദ സ്കിൻ ഗ്രോസ് ഇൻക്രീസിംഗ്ലി തിക്ക് ആൻഡ് ബ്ലീഡ്സ് ആൻഡ് ദ ഇറപ്ഷൻ സ്പ്രെഡ്സ് ടു അതർ പാർട്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ ഇറപ്ഷൻസ് വന്ന് സ്കിന്ന് തിക്കാകുകയാണ്. അങ്ങനെ തിക്കനിങ് ഉണ്ട്. ഈ തിക്കനെന്ന് വെച്ചാൽ അൺഹെൽത്തി തിക്കനിങ് ആണല്ലോ. ഈ അൺഹെൽത്തി തിക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് ബ്ലീഡിങ് വരുന്നു, സ്കിന്നിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു. ഇറപ്ഷൻ സ്പ്രെഡ് ടു അതർ പാർട്സ്. ഇറപ്ഷൻ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നു. ഇറപ്ഷൻസ് ഓൺ ദ ലിപ്സ്, ഓൺ ദ ജെനിറ്റൽസ്, വെരി ഒഫൻസീവ്. സോർനെസ് ആൻഡ് റോനെസ് അബൌട്ട് ദ ഏനസ്. ദ വൾവ അൾസറേറ്റ്സ് ആൻഡ് ഇസ് വെരി ഒഫൻസീവ്. അൾസേഴ്സ് ഓൺ ദ ലെഗ്സ്, ഓൺ ദ tibiae, on the back of the hands, on the dorsum of the foot, behind the ears and upon the ears, over the scalp, over the cheekbones, on the wings of the nose and on the nose and eyelids. ശരിക്കും പറഞ്ഞാൽ ഇറപ്ഷൻസ് ഇല്ലാത്ത സ്ഥലമില്ല. ഒക്കെ എവിടെയുണ്ട് അവിടെയൊക്കെ ഇറപ്ഷൻസ് ഉണ്ട്. ജെനിറ്റൽസിൽ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജെനിറ്റൽസിൽ, ചെവിയിൽ, മൂക്കിൽ, തലയിൽ, എല്ലായിടത്തും, കാലിൽ, കയ്യിൽ ഒക്കെ. വിശേഷിച്ചും മാംസം തിന്നായിട്ടുള്ള പ്രദേശങ്ങളിൽ, ബോൺസിൻ്റെ കവറിങ് വരുന്ന പ്രദേശങ്ങളിൽ ഒക്കെ വല്ലാതെയുള്ള ഇറപ്ഷൻസ്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ളത്. ഗ്രീസി സ്കിൻ്റെ നേച്ചർ ഗ്രീസിയാണ്. ദ ഇറപ്ഷൻ ഈസ് അക്കംപനീഡ് ബൈ റെഡ്നെസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദ നോസ്, മൗത്ത്, ലിപ്സ് ആൻഡ് ഐസ്. അപ്പോൾ ഇറപ്ഷൻ്റെ കൂടെ മൂക്കിലും വായിലും കണ്ണിലും ഒക്കെയുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ റെഡ്നെസ് ഉണ്ട്. Eyelids thickened and turned out like ectropion. Granulation and induration of mucous membranes.
so that they become like gristle, redness and ulceration. ഉണ്ടോ? ഐലിഡ്സിൽ തിക്കനിങ് വരുന്നു. തിക്കനിങ് വന്നിട്ട് അത് മറിയുന്നു. വിശേഷം കീഴെയുള്ള കൺപോള മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. കൺപോള പുറത്തേക്ക് മറിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരവസ്ഥ. മ്യൂക്കസ് മെംബ്രെയിനിൽ ഗ്രാനുലേഷൻ, ഇൻഡ്യൂറേഷൻ. അപ്പോൾ ഈ മ്യൂക്കസ് മെംബ്രെയിന് അങ്ങനെ ഇൻഡ്യൂറേഷൻ ഉണ്ടായിട്ട് മ്യൂക്കസ് മെംബ്രെയിൻ ഒരു തരുണാസ്ഥി പോലെയാകുന്നു. തരുണാസ്ഥിയുടെ പോലെ കട്ടിയുള്ളതായി തീരുന്നു മ്യൂക്കസ് മെംബ്രെയിൻ. അത്രക്ക് ഭയാനകവും ഭീകരവുമായിട്ടുള്ള അഫക്ഷനാണ് സോറിന് ഉണ്ടാകുന്നത്. അൾസറേഷൻ ഓഫ് ദ കോർണിയ, ലാക്രിമേഷൻ, ടേണിംഗ് ഔട്ട് ഓഫ് ദി ലിഡ്സ് വിത്ത് ലോസ് ഓഫ് ഐലാഷസ്. കോർണിയൽ അൾസറേഷൻ, കണ്ണിൻ്റെ അകത്ത് വരെ കോർണിയൽ വരെ അൾസറേഷൻ. കണ്ണ് ചുവന്നിട്ട് ഹി ലുക്സ് ഫ്രൈറ്റ്ഫുൾ. ആളെ കണ്ട ഭയം തോന്നും. കണ്ണിങ്ങനെ ചുവന്നിട്ട് പീലികൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ. ഇറപ്ഷൻസ് ഓൺ ദ ഫേസ്, റെഡ് സ്കിൻ ഊസിങ് എ തിക്ക് യെല്ലോ ഡിസ്ചാർജ്. സ്കിന്നിൽ ഊസിങ്, തിക്ക് യെല്ലോ ഊസിങ്. In the early stages, the oozing is a whitish thin or whitish thick moisture. ഓസിങ്ങിൻ്റെ തുടക്കത്തിൽ തിന്നായിട്ടുള്ള വൈറ്റിഷാണ്. In old eruptions, ulceration take place beneath the crust and there is thick yellow purulent discharge. ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയിൽ, ഇത് പഴകിയ അവസ്ഥയിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രസ്റ്റിൻ്റെ കീഴെ അൾസറേഷൻ ഉണ്ടായിട്ട് ഈ നേരത്തെ പറഞ്ഞ തിൻ വൈറ്റ് ഡിസ്ചാർജിന് പകരം തിക്ക് യെല്ലോ ഡിസ്ചാർജ് വരുന്നു. യെല്ലോ ഗ്രീൻ ഡിസ്ചാർജ് ഫ്രം ദ ഐസ് ആൻഡ് നോസ്. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ യെല്ലോ ഗ്രീൻ ഡിസ്ചാർജ്. ഹൊറിബിളി ഒഫൻസീവ് ഡിസ്ചാർജ് ഫ്രം ദ നോസ്. ഗ്ലൂയി ഡിസ്ചാർജ് ഫ്രം ദ നോസ്. ഒഫൻസീവ് ലൈക്ക് മെർക്കുറി, സൈലീഷ്യ, കൽക്കേറിയ ഫോസ്, ഹെപ്പാർ. അപ്പോൾ മൂക്കിൽ നിന്ന് വളരെ ഒഫൻസീവായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന ഡിസ്ചാർജ്, അത് ഒട്ടിപ്പിടിക്കുന്ന ഗ്ലൂയാണ്, ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഒട്ടിപ്പിടിക്കുന്നത്. വല്ലാത്ത ഒഫൻസീവാണ്. അതിൻ്റെ സിമിലാരിറ്റി പറയുന്നതൊക്കെയാണ് മെർക്കുറിയസ്, സൈലീഷ്യ, കൽക്കേറിയ ഫോസ്, ഹെപ്പാർ സൾഫ്. അത്തരം ഔഷധങ്ങൾക്കും ഈ ഒരു അവസ്ഥയുണ്ട്. അക്യുമുലേഷൻ ഓഫ് ഫെറ്റിഡ് പസ് ഇൻ ദ ഐസ്. കണ്ണിൽ വളരെ ഫെറ്റിഡായിട്ടുള്ള പഴുപ്പ് വന്നിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കി എത്രമാത്രം ഭയാനകമായ അവസ്ഥയാണ് സോറിന പേഷ്യൻ്റ് എന്ന് നോക്കുക. കൊറൈസ വിത്ത് തിക്ക് യെല്ലോ ഡിസ്ചാർജ്. ഓൾവേസ് ടേക്കിംഗ് കോൾഡ്. തണുപ്പ് അപ്പം അടിക്കും. തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് പേഷ്യനെ ബാധിക്കും. അത് സോറിനത്തിൻ്റെ ഒരു ടിപ്പിക്കൽ അവസ്ഥയാണ്. ഇൻ ദ കൊറൈസ ദ നോസ് ഡ്രൈസ് അപ്പ് പാർട്ട് ഓഫ് ദ ടൈം ആൻഡ് റൺസ് പാർട്ട് ഓഫ് ദ ടൈം. കൊറൈസ വരുമ്പോൾ കുറേ നേരം മൂക്ക് അടഞ്ഞിരിക്കുന്നു, കുറേ നേരം തുറന്നിരിക്കുന്നു. ശരിക്കും ഓർഗണിൽ സാമുൽ ഹനിമാൻ ക്രോണിക് ഡിസീസിനെ കുറിച്ച് വിവരിച്ചത് ഞാൻ പണ്ട് വായിച്ചത് ഓർക്കുകയാണ്. എൻ്റെ ഒരു പ്രധാന ക്രോണിക് ഡിസീസിൻ്റെ അല്ലെങ്കിൽ സോറയുടെ, ക്രോണിക്കായിട്ടുള്ള സോറയുടെ ഒരു പ്രധാന ലക്ഷണം ഈ മൂക്കിൻ്റെ പാർഷ്യൽ ഓപ്പണിങ്ങും പാർഷ്യൽ ക്ലോസിങ്ങുമാണ്. അത് സോറിനത്തിൽ കാണുന്നുണ്ട്. ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ദ കൊറൈസ ഹി ബ്ലോസ് ഇറ്റ് ഓൾ ദ ടൈം ബട്ട് ദർ ഇസ് നോ ഡിസ്ചാർജ് ഓർ റിലീഫ്. അപ്പോൾ കൊറൈസയുടെ ആരംഭഘട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ മൂക്കിങ്ങനെ തുമ്മിയും ചീറ്റിയും കൊണ്ടിരിക്കും. പക്ഷേ ഡിസ്ചാർജ് ഇല്ല, റിലീഫും ഇല്ല. ചീറ്റിന് മാത്രം ഡിസ്ചാർജ് ഇല്ല, റിലീഫ്. ദിസ് സ്റ്റേറ്റ് ഈസ് സോ മാർക്ക് ദാറ്റ് സം തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ കണ്ടിന്യൂസ് ഹേ ഫീവർ വിച്ച് റൺസ് ഓൾ ദ ഇയർ ആൻഡ് റൈപ്പൺസ് അപ്പ് ഇൻ ദ ഫോൾ. അപ്പോൾ അവസ്ഥ, കുറേ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു അവസ്ഥയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്ക്ഡ് കണ്ടീഷൻ കണ്ടാൽ ആളുകൾ സ്വാഭാവികം ചിന്തിച്ചു എങ്ങനെയാണ് ഇത് കണ്ടിന്യൂഡ് ഹേ ഫീവറാണ്. ഇത് വർഷം മുഴുവൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഹേ ഫീവർ. അത് സമ്മറിൽ നിന്നും വിൻ്ററിലേക്കുള്ള ഒരു സംക്രമണ കാലാവസ്ഥയിൽ, അതാണ് ഫോൾ എന്ന് പറയുന്നത്, അത് വല്ലാതെ വർദ്ധിക്കുന്നു, ഹേ ഫീവർ വർദ്ധിക്കുന്നു. ഈ സമ്മറിൽ നിന്നും വിൻ്ററിലേക്കുള്ള ഒരു മാറ്റം കേരളത്തിൽ തന്നെ കാണില്ല. യൂറോപ്പിലുണ്ടാവും, വെസ്റ്റേൺ കൺട്രീസിലുണ്ടാവും, നോർത്ത് ഇന്ത്യയിലും കാണും. സമ്മർ കഴിഞ്ഞ്
വിൻ്ററിലേക്കുള്ളൊരു മാറ്റം. നമ്മുടെ ഒരു കാലാവസ്ഥ നോക്കുമ്പോൾ ഏതാണ്ട് ത്രൂ ഔട്ട് ഈ ഒരു അവസ്ഥ. ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹേ ഫീവർ, സ്റ്റഫിംഗ് അബവ് ദ നോസ് ഇൻ ദ ഫോൾ, കാറ്റാറൽ സ്റ്റേറ്റ് ഓഫ് ദ ഐസ് ആൻഡ് നോസ്. അപ്പോൾ ഹേ ഫീവറുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഈ ഔഷധത്തിനുള്ളത്. ഈ പറയുന്ന സമ്മർ ടു വിൻ്റർ ട്രാൻസിഷൻ പീരീഡിൽ മൂക്ക് അടഞ്ഞു പോകുന്നു, കണ്ണിലും മൂക്കിലും കാറ്റാറൽ കണ്ടീഷൻ. ഈ ഹേ ഫീവർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ അലർജിപ്പനി, ജലദോഷപ്പനി എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹേ ഫീവർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് ടു ഫിറ്റ് എ റെമഡി ടു. ഒരു ഔഷധം കണ്ടെത്താൻ അല്ലെങ്കിൽ ഔഷധത്തോട് യോജിച്ചു വരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഹേ ഫീവർ എന്ന് എനിക്ക് പറയാം. നമ്മളുടെ അലർജിപ്പനി നമുക്കറിയാമല്ലോ, അലർജിയെ മാനേജ് ചെയ്യാനുള്ള പ്രയാസം അത് സ്വർണത്തിൽ നന്നായിട്ട് യോജിച്ചു വരുന്നുണ്ട്. അത്തരം അലർജിക് അവസ്ഥകളിൽ സ്വർണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുന്നതാണ്, അതിൻ്റെ സിംറ്റംസ് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന്. ഇറ്റ് ബിലോങ്സ് ടു എ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് മസ്റ്റ് ബി ബിൽഡപ്പ് ബിഫോർ ഹേ ഫീവർ വിത്ത് സീസ്. ഉണ്ടോ? ഈ അലർജിപ്പനിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണ്. അത് വരുന്നത് ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അയാളുടെ ഒരു ആരോഗ്യാവസ്ഥ, അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു ഘടന, ശാരീരികവും മാനസികമായിട്ടൊരു വ്യക്തിത്വ ഘടന, അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഹേ ഫീവർ നിയന്ത്രണത്തിന് അധീനമാക്കുന്നതിന് മുൻപ് അയാളൊന്ന് ബിൽഡപ്പ് ചെയ്യണം. അയാൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അയാളുടെ എന്തൊക്കെ ചെയ്യണം? അയാളുടെ ആഹാരക്രമം ശരിയാക്കേണ്ടി വരും, അൺഹെൽത്തി ആയിട്ടുള്ള ജീവിത രീതിയെ ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മോർണിംഗ് ഹൗസ് എന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റ്സ് ടു ക്യൂർ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് കൊടുക്കുക. ഇംപ്ലിമെൻറ്റ്സ് ടു ക്യൂർ അതിൽ പലതും ഉണ്ടാവും. അതൊക്കെ മാറ്റി ശരിക്കും ബോധവൽക്കരിച്ച് അയാളൊന്ന് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അയാളുടെ ഈ ഒരു കണ്ടീഷൻ, ജലദോഷപ്പനിയുടെ അല്ലെങ്കിൽ അലർജിപ്പനിയുടെ ഒരവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് സോറ വിച്ച് കംസ് വൺസ് എ ഇയർ ആൻഡ് ദ സോറിക് മയാസം മസ്റ്റ് ബി ചേഞ്ച്. അപ്പോൾ വർഷത്തിലൊരിക്കലും ഇങ്ങനെ തലനീട്ടി വരുന്ന ഒരു സോറിക് മയാസമാണ് ഇതിന് പിന്നിലുള്ളത്. ആ സോറിക് മയാസം മാറ്റാതെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. ഇൻ എ ഫ്യൂ ഇയേഴ്സ് മോസ്റ്റ് സബ്ജക്ട്സ് ക്യാൻ ബി ചേഞ്ച് ബട്ട് നോട്ട് ഇൻ വൺ സീസൺ, സോ ഡു നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ നമുക്ക് തരികയാണ്. ഇതേപോലുള്ള അലർജിയുമായിട്ട് ബന്ധപ്പെട്ട പനികൾ, ജലദോഷ പനികൾ ഒറ്റ വർഷം കൊണ്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ജീവിത രീതിയും ആഹാരക്രമമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി അയാളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് ഓരോ വർഷവും ഉചിതമായ സമയത്ത് ഉചിതമായ ഡോസ് കൊടുത്ത് അങ്ങനെ ഏതാനും വർഷങ്ങൾ കൊണ്ട് മാത്രമേ അയാൾ ആ സോറയുടെ പിടിയിൽ നിന്നും അയാളെ വിമുക്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കെൻറ്റ് ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ ഈ അവസ്ഥ അതിനേക്കാൾ സങ്കീർണമായിരിക്കും ഇപ്പോൾ. കാരണം ധാരാളം സപ്രഷൻ ഉള്ളതുണ്ടോ. ഈ ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്തേക്ക് എത്തുമ്പോൾ ചുരുക്കം ചില ഇൻഫൻസിൻ്റെയും മറ്റു കേസുകൾ ഒഴികെ ധാരാളം സപ്രഷൻ ഉള്ളതുണ്ടോ. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതായിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പം അത്തരം അവസ്ഥകളിൽ ചിന്തിക്കാവുന്ന ഒരു ഔഷധമാണ് സ്വർണം. അപ്പോൾ സ്വർണത്തെ നന്നായിട്ട് മനസ്സിലാക്കി ഈ കെൻറ്റിൻ്റെ ലെക്ചേഴ്സും പ്രധാനപ്പെട്ട മെറ്റീരിയൽ മെഡിക്കലുകളൊക്കെ ഭംഗിയായിട്ട് വായിച്ച് സ്വർണത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാക്കിയാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അലർജി കേസുകളുടെ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ അത് ഉപകരിക്കാൻ സാധ്യതയുണ്ട്. നിരാശപ്പെടാതെ ഒരു വർഷം ട്രീറ്റ് ചെയ്ത് മാറിയില്ല എന്നുകൊണ്ട് നിരാശപ്പെടാതെ മുന്നോട്ട് പോകണമെന്നാണ് കെൻറ്റ് ഉത്ബോധിപ്പിക്കുന്നത്. ഇൻ കാറ്റാറൽ സ്റ്റേറ്റ്സ് ഹേ ഫീവർ ഓഫൺ ഡേറ്റ്സ് ബാക്ക് ടു ദ ലോ ഫീവർ ഇംപ്രോപ്പർലി ട്രീറ്റഡ്. അപ്പോൾ ഈ കാറ്റാറൽ കണ്ടീഷനിൽ നോക്കുമ്പോൾ ഈ ഹേ ഫീവറിൻ്റെ ഒരു ഹിസ്റ്ററി ഈ ലോ ഫീവറിന് തെറ്റായ രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒരു ലോ ഫീവറിലായിരിക്കാം. അപ്പം അത് കേസ് ഹിസ്റ്ററി മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്വർണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട
ചില സ്വഭാവങ്ങളും വളരെ പ്രധാനപ്പെട്ട പ്രയോഗ സാധ്യതകളെക്കുറിച്ച് കിൻഡ് നല്ല വിസ്തരിച്ച് പറയുന്നുണ്ട്. നന്നായിട്ട് ആവർത്തിച്ച് കേൾക്കുക, പുസ്തകമുള്ളവർ വായിക്കുക, അടിവരേറ്റുള്ള ഭാഗം അടിവരയിട്ട് സൂക്ഷിക്കുക. പ്രാക്ടീസിൽ ശ്രദ്ധാപൂർവ്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഉചിതമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. സ്വർണത്തെക്കുറിച്ച് വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.